സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ തുടരുന്നതിനിടെ കാലവർഷം ഇന്നെത്തും. 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ്, ചെങ്ങളം, ഇല്ലിക്കൽ മേഖലകളിൽ വെള്ളം കയറി. മീനച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞ് ഒഴുകുകയാണ്. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം ഇതോടെ 28ആയി. ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ടിൽ കൊച്ചി കോർപ്പറേഷൻ 2 മാസത്തിനകം നടപടി സ്വീകരിക്കണം എന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കോർഡിനേഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ NH വെള്ളം കെട്ടുന്നു. നമ്മുടെ പിടിയിൽ നിൽക്കുന്നൊരു കാര്യമല്ല. NH കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കേരളം മുഴുവൻ ഈ പ്രശ്നം നിൽക്കുന്നുണ്ട്. കളക്ടർ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി, ഇന്നും ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ഇപ്പം ഞാനും കളക്ടറൊക്കെ തന്നെ ഒരുമിച്ച് ഞങ്ങൾ പേഴ്സണലി 2 പേരും ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൽ പരിധി ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു പരമാവധി ഏകോപനമുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം തീർച്ചയായിട്ടും ഞാനും കാണുന്നുണ്ട്. അതിന്റെ വെള്ളം വീട്ടിൽ കയറുമ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ കൊച്ചിയിൽ ലോ ലൈങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ദശാബ്ദങ്ങളായി ഇങ്ങനെ തുടരുന്ന സ്ഥലങ്ങളുണ്ട്. അത് മറികടക്കാനാണ് മുല്ലശ്ശേരി കനാൽ വർക്ക്. പക്ഷെ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അലക്സ് റാം മുഹമ്മദ്, അജീഷ് ജയകുമാർ, ഷഫീദ് റാവുത്തർ, എബിൻ ജോസ്, എസ് ശ്യാംകുമാർ, ടോബി ജോൺസൺ, മനീഷ് മഹിബാൽ, സൂരജ് സജി എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ്, കാലവർഷം ഇന്ന് എത്തും എന്നാണ് മുന്നറിയിപ്പ് ഉള്ളത്. എന്താണ് വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ഒടുവിലത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ? വേണു, തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലേക്ക് എത്തും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയായിരിക്കാം സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നതെന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത മണിക്കൂറുകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തും. അതായത് കാലവർഷം കേരളത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലവർഷം സാധാരണയിൽ കൂടുതലായിരിക്കും ഇത്തവണ എന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നതാണ്. 6% അധിക മഴ കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത്തവണ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒടുവിലത്തെ പ്രവചനം. പക്ഷേ അത് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ അതിന് മാറ്റം വരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വിദഗ്ധർ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. 10 മണിക്കാണ് അലേർട്ട് വന്നിട്ടുള്ളത്. ആ അലേർട്ടിൽ 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇന്ന് വടക്കൻ കേരളത്തിലെ 3 ജില്ലകൾ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രത്യേക മഴ അലേർട്ടുകൾ നൽകിയിരുന്നു. പക്ഷേ ആ ജില്ലകളിൽ കൂടി യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും സമാനമായി ശക്തമായ മഴ പരക്കെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ 10 ജില്ലകളിലും അതിനുശേഷമുള്ള 3 ദിവസങ്ങളിൽ 12 ജില്ലകളിൽ വീതവും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ തന്നെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് അറബിക്കടലിൽ ഈ മേഘക്കെട്ടുകളുണ്ട്. പക്ഷേ അതിനെ ഈ തീരത്തേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള കാറ്റ് ദുർബലമാണ്. പടിഞ്ഞാറൻ കാറ്റ് ദുർബലമാണ് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതുമാത്രമല്ല, ഈ മേഘങ്ങൾ മധ്യ കേരളത്തിലുള്ള മേഘങ്ങളാവട്ടെ അത് മധ്യ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുണ്ട് താനും. ഒരുപക്ഷെ ഈ കാറ്റ് ശക്തമായാൽ ഇന്ന് ഈ തീരമേഖലയിലും ഇടനാടുകളിലുമൊക്കെ ശക്തമായ മഴ, ഒരുപക്ഷെ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത കാലാവസ്ഥാ വിദഗ്ധർ ഈ സാറ്റലൈറ്റ് റഡാർ ചിത്രങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ശക്തമായ മഴ തുടരും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രവചനം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് വേണു. അത് തെക്കൻ കേരള തീരത്തും അതുപോലെ ലക്ഷദ്വീപ് തീരത്തും ശക്തമായ കാറ്റ്, അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കടലിൽ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തെക്കൻ കേരള തീരത്ത് നിന്നും ലക്ഷദ്വീപ് തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് 3.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് കേരള തീരത്ത് സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് 3.5 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ട്. ഈ തീരങ്ങളിൽ കടലേറ്റത്തിനും സാധ്യതയുണ്ട്, കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പൊതുവെ പൊതുജനങ്ങൾ ജാഗ്രത തുടരേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അജീഷ് ജയകുമാറും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, ഇന്നലെ നഗരത്തിൽ വലിയ വെള്ളക്കെട്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് നഗരത്തിലെ സാഹചര്യം?
വേണു, ഇന്നലെ വൈകിട്ട് വരെയായിരുന്നു തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരുന്നത്. ആ മഴയിലാണ് തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും മുങ്ങിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കമ്പോളത്തിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ മഴക്കെടുതി ബാധിച്ചത്. കാരണം ഈ സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ ഓട നിർമ്മാണമെന്നും പകുതി വഴിയിൽ നിലച്ച അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് വെള്ളം കെട്ടി ഇവിടെ കടകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, ഇവിടെ ഈ ചാലക്കമ്പോളത്തിൽ മാത്രമല്ല, കിഴക്കേക്കോട്ടയിലും തമ്പാനൂരിലും ബേക്കറി ജംഗ്ഷനിലും ഒക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെ ഈ മഴ ശമിച്ചതോടെ ഈ വെള്ളക്കെട്ട് പിന്നീട് കുറയുകയായിരുന്നു. മറ്റ് പ്രധാന ഓടയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ചില വ്യാപാരികൾ, ഈ തൊഴിലാളികളൊക്കെ ഇവിടെയുണ്ട്. ചേട്ടാ, ഇന്നലെ എന്തായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ? മുഴുവൻ മുട്ടക്കുറ്റം വെള്ളത്തിലായിരുന്നു. മാർക്കറ്റ് ഒരാൾക്ക് വരാനോ പോകാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഒരാഴ്ച മുൻപ് ഇതേപോലെ വെള്ളം കിട്ടിയതാണ്. ഇവിടെ ഈ ഓട നിർമ്മാണം പകുതി വഴിയെ നിലച്ചതാണ് ഈ പ്രശ്നം. മഴ വന്നാൽ സ്ഥിരമായി വെള്ളക്കെട്ട് വരുന്ന സ്ഥലമാണ്. ഈ പണി പൂർത്തീകരിച്ചാൽ നല്ല സുഗമമായി. ഈ മാർക്കറ്റിൽ ഞങ്ങൾക്കുള്ള പരാതി, ഈ മാർക്കറ്റ് പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. കാരണം ഈ പാർക്കിംഗ് സൗകര്യമില്ല, ഇങ്ങോട്ട് ആളുകൾക്ക് വരാനോ പോകാനോ ഉള്ള സൗകര്യങ്ങളില്ല, യാതൊരുവിധ അടിസ്ഥാന സൗകര്യമില്ലാതെ മറ്റ് ലുലു മാൾ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ ബിസിനസ് വർദ്ധിപ്പിക്കുമ്പോൾ ഈ ചാല മാർക്കറ്റ്, ചരിത്രപ്രസിദ്ധമായ ചാല മാർക്കറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഈ പണി പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആളുകൾക്ക് ഇങ്ങോട്ട് വരാനും ബാക്കി നല്ല നിലയ്ക്ക് കച്ചവടം ചെയ്യാനും പറ്റുമെന്നുള്ള സ്ഥിതിയുണ്ട്. മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കെട്ടൊക്കെ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി അവർ പരിശോധിക്കണം. അപകടങ്ങളുണ്ടാകുന്ന മേഖലകളും ഇതുപോലുള്ള. ഇന്ന് രാവിലെ ശംഖുമുഖം സ്വദേശികളായ ദമ്പതികൾ ഈ കുഴിക്കകത്ത് വീണതാണ്. ഞങ്ങളെല്ലാം കൂടി കരക്കയറ്റി വിട്ടതാണ്. വലിയ അപകടങ്ങളൊന്നുമില്ല. അതിനുശേഷമാണ് ഈ ബാരിക്കേഡ് വെച്ച് മറച്ചത് അല്ലേ? ഞങ്ങളെടുത്തിട്ടതാണ്. ഉദ്യോഗസ്ഥരായിട്ടുള്ള എഞ്ചിനീയർമാരും മറ്റുള്ളവരും അടയിരിക്കുന്നവർ ഇറങ്ങി ഇത്തരം അപകട സ്ഥലങ്ങൾ പരിശോധിച്ച് അവിടെ വേണ്ട വിധത്തിലുള്ള സംവിധാനം ഒരുക്കണം. അല്ലാതെ ഇപ്പൊ പണി നടക്കുമ്പോൾ സ്വാഭാവികം. വേണു, ഇതേപോലെ ഈ ചാലക്കമ്പോളത്തിലേക്ക് വരുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഇതൊരു വലിയ കുഴിയാണ്. ഇതിനടിയിലൂടെ സീവേജ് പൈപ്പ് ലൈൻ പോവുകയാണ്. പക്ഷേ ഈ പരിചയമില്ലാത്തവരുടെ എത്തി വാഹനത്തിൽ മറ്റും വീഴുന്നത് ഒരു പതിവാണെന്നാണ് ഇവിടെ തൊഴിലാളികൾ പറയുന്നത്. മാത്രമല്ല, ഇവിടുത്തെ ഈ ഓട നിർമ്മാണം ഇത് പകുതി വഴിയിൽ നിലച്ചതാണ്. ഇവിടെ വെള്ളം കെട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇവിടെ കാണാം. ഇപ്പോഴും തൊഴിലാളികൾ ഈ മഴയത്തും ഇവിടെ തൊഴിലെടുക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ഈ ഓടഭാഗത്ത് ഇത് പൂർണ്ണമായിട്ടില്ല ഇതിന്റെ നിർമ്മാണം. അങ്ങനെയാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടായത്. ഇന്നലെ തുടർച്ചയായി 3 മണിക്കൂർ മഴ പെയ്തപ്പോൾ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകിയാണ്. ഈ ഭാഗത്തെ കടകളിലൊക്കെ വെള്ളം കയറി. എന്തായാലും തലസ്ഥാനത്ത് ഇന്ന് രാവിലെ വരെ മഴ മാറി നിൽക്കുകയാണ്. അത് ആശ്വാസകരമാണ്. പക്ഷേ കാർമേഘമുണ്ട്. അതുകൊണ്ട് ഈ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ളൊരു സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. വേണം. ശരി, അജീഷ് ജയകുമാറാണ് ചാലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റൌത്തർ വർക്കലയിൽ നിന്ന് ചേരുന്നു. ഷഫീദ്, അവിടെ പല കുന്നുകളിലും ഈ മണ്ണിടിച്ചിൽ എന്ന ആശങ്ക ശക്തമാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? കഴിഞ്ഞ 3 ദിവസമായി തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ മഴയുണ്ട്. വർക്കല ഭാഗങ്ങളിലും കാര്യമായ മഴ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി വർക്കല കുന്നുകൾ വലിയ തോതിൽ ഇടിഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതായത് ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലായി 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായിട്ടാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് കാര്യമായി കുന്നിടിയാൻ തുടങ്ങിയത്. കുന്നിന്റെ ഭാഗങ്ങൾ ഏതാണ്ട് 30 മീറ്ററോളം താഴേക്ക് പതിച്ചു. 15 മീറ്ററിലധികം വീതിയിലും 3 മുതൽ 8 മീറ്റർ വീതിയിലുമായി കുന്നുകൾ ഇടിഞ്ഞിട്ടുണ്ട്. മഴ ശക്തമാകുന്നതോടുകൂടി ഇനിയും കുന്നുകൾ ഇടിയും എന്നുള്ള ആശങ്കയിലാണ് ഈ പ്രദേശമുള്ളത്. നേരത്തെ നമുക്കറിയാം, ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന കയ്യേറ്റമടക്കമുള്ള കാര്യങ്ങൾ മുൻപ് വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ ഈ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമടക്കം അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ജില്ലാ ഭരണകൂടമോ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു ഇടപെടലിന് നടത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ശക്തമായിരുന്നു. ഏതായാലും ഇതിപ്പോൾ കാര്യമായി വർക്കല കുന്നിടിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വേണോ? ശരി, എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. എബിൻ, ഇന്നലെ വൈകിട്ട് കനത്ത മഴ, വെള്ളക്കെട്ട്, ഗതാഗതക്കുരുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. നഗരജീവിതത്തെ വലച്ചതാണ്. ഇന്ന് രാവിലത്തെ സാഹചര്യം എന്താണ്? വേണു, വെള്ളം പൂർണ്ണമായും ഇറങ്ങിയെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂക്കാട്ടുപടി റോഡിലുള്ള മുണ്ടമ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. വാഹനങ്ങൾ ഈ വെള്ളത്തിനുള്ളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം മഴയിലും ഇവിടെ കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ ഒരു തോട് കരകവിഞ്ഞൊഴുകുന്നതാണ് ഇവിടെ ഈ റോഡിൽ വെള്ളം കയറാൻ സാഹചര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതേ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. രാവിലെ അല്പം മഴ കുറഞ്ഞു നിൽക്കുന്നതാണ് ആശ്വാസമായുള്ളത്. എങ്കിലും മഴയുടെ സാഹചര്യം, മഴക്കാറ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്ന സാഹചര്യമാണ്. അതുകൊണ്ട്
വീണ്ടും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിന് കൃത്യമായ ഒരു പരിഹാര മാർഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളുടെ വിവിധ ഭാഗങ്ങളിലാണ് കൂടുതലായും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഇവിടെ ജനങ്ങളുടെ പരാതിയായി പറയുന്നത് പ്രധാനമായും ഈ തോടുകളും ഓടകളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തോടുകളിലെ പോളകൾ നീക്കുന്ന ജോലിയൊന്നും ഈ തവണ ഉണ്ടായില്ല. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തെ ഒക്കെ പ്രധാന കാരണമായി ആളുകൾ പറയുന്നതാണ്. കാരണം ഈ റോഡിലൊക്കെ ചെറിയ വെള്ളക്കെട്ടുണ്ടാവുന്നത് മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി വലിയ രീതിയിൽ വെള്ളം കയറുന്നു, കടകളിലേക്ക് വെള്ളം കയറുന്നു, വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം അതെല്ലാം ഉണ്ട്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം പാളി എന്നുള്ളത് തന്നെ എടുത്തു തന്നെ പറയാം. പ്രത്യേകിച്ച് തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലെ വേണു. ശരി, എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ കലൂരിൽ നിന്ന് എസ് ശ്യാംകുമാറും ചേരുന്നു. ശ്യാമ, കലൂരിലെ സാഹചര്യം എന്താണ്? അവിടെ വെള്ളക്കെട്ടും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടോ? വേണു, കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ അരയടിയോളം വെള്ളം പൊങ്ങിയ ഒരു സ്ഥലമായിരുന്നു ഇവിടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ജനതാ റോഡിലാണ്, കലൂരിലുള്ളത്. ഈ വീട്, നമ്മളിപ്പോൾ നിൽക്കുന്ന വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. ഈ വീടിന്റെ ഉള്ളിൽ ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. വെള്ളം സ്ഥിരമായി കയറി ഇറങ്ങുന്നത് കൊണ്ട് അത് വീട് ഇനി വൃത്തിയാക്കുന്നില്ല. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഇനി വീട് വൃത്തിയാക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ വീട്ടുകാർ തന്നെ പറയുന്നത്. ഏതായാലും ഈ വീട്ടിനുള്ളിലെ സാധനങ്ങൾ ഉൾപ്പെടെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ചങ്ങാടത്തോട് ഉൾപ്പെടെയുള്ള തോടുകളിലെ അഴുക്ക് നീക്കം ചെയ്യാത്തതാണ്, ആഴം കൂട്ടാത്തതാണ് ഈ പ്രദേശത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അത് നഗരസഭ നേരത്തെ ചെയ്യേണ്ട ആ ജോലികൾ ചെയ്യാത്തതാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏതായാലും ആ ആളോട് തന്നെ നമുക്ക് ചോദിക്കാം, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഈ വെള്ളം കയറുമ്പോൾ? വെള്ളം കയറുമ്പോൾ ഈ കാണ പണിത അശാസ്ത്രീയമായ രീതിയിലാണ്. കാണയ്ക്ക് വീതി കുറച്ച് ഈ ഹൈറ്റ് കൂട്ടിയില്ല, കാണയ്ക്ക് പൊക്കം കൂടി. ആഴമുള്ള കാണായിരുന്നത്. പിന്നെ അവിടെ വണ്ടി ഇട്ട് കഴിയുമ്പോൾ നോ പാർക്കിംഗ്, വണ്ടി ഇട്ടായിരുന്നു. വണ്ടി അതിലേ പോകില്ല, വണ്ടി ഇതിലേ പോകും. എപ്പോഴും വൃത്തിയാക്കല് തന്നെയാണ്. സംഗതി മതിയായി. ഇന്നലെ 2 മണിയായി ഞാൻ കിടന്നപ്പോ ഈ വെള്ളം വൃത്തിയാക്കി. എന്നിട്ടും വെള്ളം അടിയിൽ കൂടി വെള്ളം ഇതായിട്ട് തന്നെയാണ്. എന്താ ചെയ്യാ ഞങ്ങൾക്ക് എന്തെങ്കിലും പോകുമ്പോഴേ ഇത് ചെയ്തു തന്നെ. അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേണു, അത് ഇങ്ങനെയുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശത്തുള്ളവർ. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇരച്ച് വെള്ളം വീട്ടിലേക്ക് എത്തും. ആ വെള്ളം ഒഴുകി പോകണ്ട. പാലാരിവട്ടത്തു നിന്നും കലൂരിൽ നിന്നും ഒക്കെയുള്ള വെള്ളം എത്തുന്ന വഴി ഇതാണ്. അപ്പോൾ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുകയാണ്. ഓടകളിലൂടെ വെള്ളം ഒഴുകി പോകേണ്ട ചങ്ങാടത്തോട് ഉൾപ്പെടെ നേരത്തെ അത് ശുചീകരിച്ചിരുന്നെങ്കിൽ ഈ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയേനെ. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾക്ക് വീടുകൾക്കുള്ളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുന്നത്. ഇനി മഴ വന്നാൽ വീണ്ടും വെള്ളം കയറും. അങ്ങനെ വീടുകളിൽ താമസിക്കാനോ വൃത്തിയാക്കാനോ ഒന്നും കഴിയാത്തൊരു ദുരവസ്ഥയിലാണ് ഈ കൊച്ചി നഗരസഭയിൽ താമസിക്കുന്ന ആളുകൾ അനുഭവപ്പെടുന്നത്. ഏതായാലും അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വേണു, എസ് ശ്യാംകുമാറാണ് കലൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.